തിരുവനന്തപുരം നിശാഗന്ധിയുടെ വേദിയിൽ ഇനി നൃത്തത്തിന്റെ നാളുകൾ. ടൂറിസം വകുപ്പിന്റെ 2026 നിശാഗന്ധി നൃത്തോത്സവത്തിന് കനകക്കുന്നിൽ അരങ്ങുണർന്നു. ഇന്ത്യൻ ശാസ്ത്രീയ നൃത്ത വൈവിധ്യത്തിന് നൂപുര ധ്വനികൾ തീർത്തുകൊണ്ട് നിശാഗന്ധി ആസ്വാദകരെ ഇനി ഒരാഴ്ചക്കാലം സ്വാഗതം ചെയ്യും. നൃത്തോത്സവത്തിന്റെ ഉദ്ഘാടനം ടൂറിസം പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു. നിശാഗന്ധി നൃത്തോത്സവത്തെ ലോക സഞ്ചാരികൾ അവരുടെ യാത്രാ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്ന നിലയിലേക്ക് വളർത്തുകയാണ് ടൂറിസം വകുപ്പിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. അതിനായുള്ള പദ്ധതികൾ തയ്യാറാക്കാൻ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നൃത്തപ്രേമികൾക്ക് പുറമെ നിരവധി ആഭ്യന്തര വിദേശ സഞ്ചാരികളെ വർഷങ്ങളായി നിശാഗന്ധി നൃത്തോത്സവം ആകർഷിക്കുന്നുണ്ട്. കൂടുതൽ വിദേശ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നിലയിലേക്ക് നിശാഗന്ധി നൃത്തോത്സവത്തിന്റെ തനിമ നഷ്ടപ്പെടുത്താതെ പുതുക്കി പണിയേണ്ടതുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ VK പ്രശാന്ത് MLA അധ്യക്ഷത വഹിച്ചു. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ നിശാഗന്ധി പുരസ്കാരം പ്രശസ്ത മണിപ്പൂരി നർത്തകി ദർശന ജാവേരിക്ക് VK പ്രശാന്ത് MLA സമ്മാനിച്ചു. 1.5 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. മണിപ്പൂരി നൃത്തത്തിന്റെ പാരമ്പര്യം പ്രചരിപ്പിക്കുന്നതിനും പേരറ്റു പോകാതെ കാത്തു സൂക്ഷിക്കുന്നതിനുമായി ജീവിതം മാറ്റിവെച്ച ദർശന ജാവേരിയുടെ കലാസഭയ്ക്കുള്ള അംഗീകാരമായാണ് നിശാഗന്ധി പുരസ്കാരം സമ്മാനിച്ചത്. ഏകദേശം 60 വർഷമായി മണിപ്പൂരി നൃത്തമേഖലയിലുള്ള ദർശന ജാവേരിയുടെ സംഭാവനകൾ നിസ്തുലമാണ്. നൃത്തോത്സവത്തോടനുബന്ധിച്ച് 7 ദിവസം നീണ്ടു നിൽക്കുന്ന കഥകളി മേളയ്ക്കും കനകക്കുന്നിൽ തുടക്കമായിട്ടുണ്ട്. ഫെബ്രുവരി 20 വരെയാണ് നൃത്തോത്സവം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, മണിപ്പൂരി, സത്രിയ, കഥക്, ഒഡീസി തുടങ്ങി നൃത്തരംഗത്തെ പ്രഗത്ഭ കലാകാരന്മാർ നൃത്തോത്സവത്തിന്റെ ഭാഗമാകും. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് പരിപാടി ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ്.